ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ ജനനവും മരണവും ഉയർപ്പുമെല്ലാം മുഖാന്തരമാക്കുകയും ചെയ്ത സർവശക്തനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടട്ടെ. തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തന്ന പുത്രൻ്റെ നാമം, നമ്മളെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പ് വില, അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തൻ്റെ രക്തം ചിന്തി, തൻ്റെ രക്തം മറുവിലയായി ക്രൂശിൽ പകർന്നു തന്ന് നമ്മളെ വീണ്ടെടുത്ത, ശത്രുവിൻ്റെ വശത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി തൻ്റെ സ്വന്തമാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മുടെ മേൽ അനവധിയായി ദൈവം വർഷിക്കട്ടെ. ആ സാക്ഷ്യത്തോടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർ ജീവിപ്പാൻ, ആ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ, നമ്മളെ സന്ദർശിച്ച വിസിറ്റേഷൻ, നമ്മളെ സന്ദർശിച്ച ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമ്മളിൽ കൂടെ പകരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കട്ടെ. മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമെന്ന് പറയുന്ന പലതും ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറയുമ്പോൾ, തിരുപ്രകാരം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല തിരുനാമഹത്വത്തിനാക്കി തീർക്കണമേ കർത്താവെ. അത് മറ്റുള്ളവരുടെ മുമ്പ് ഞങ്ങൾക്ക് നിന്നെ സാക്ഷിക്കുവാനുള്ള അവസരങ്ങളാക്കി മാറ്റി തീർക്കണമേ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവസേന നമ്മളതിനെ അർപ്പണം ചെയ്യുകയും ചെയ്യാം. 106 സങ്കീർത്തനം കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. പ്രാർത്ഥിക്കുകയാണ്, അവിടെ സങ്കീർത്തനം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിൻ്റെ ജനത്തോട് കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിൻ്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. 5-ാമത്തെ വാക്യം. തുടർന്ന് 6-ാമത്തെ വാക്യം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ദൈവം സന്ദർശിച്ചു എന്ന ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. കർത്താവിനോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. അത് നമുക്കത് ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ദൈവം അനുഭവമായിട്ട് മാറണം. അറിവല്ല, നമുക്ക് അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. അറിവിനെ ചോദ്യം ചെയ്യാം, പക്ഷെ അനുഭവത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അറിവിനെ സംശയിപ്പിക്കാം, പക്ഷെ അനുഭവത്തെ സംശയിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അത് അനുഭവം സംഭവിച്ചതാണ്, അത് സംഭവിച്ചതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം, ദൈവത്തിൻ്റെ രക്ഷ കൊണ്ട് ഞങ്ങൾ അലങ്കരിക്കണമേ എന്ന് മറ്റൊരു ഭാഗത്ത് പ്രാർത്ഥിക്കും. രക്ഷ കൊണ്ട് ഞങ്ങൾ അലങ്കരിക്കണമേ. കർത്താവ് യേശുക്രിസ്തു തരുന്ന രക്ഷ നമുക്ക് അനുഭവിക്കാൻ, അത് കൂടുതൽ അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ മരുഭൂമി വാസത്തിലെ തങ്ങളുടെ വന്നുപോയ വീഴ്ചകളും തെറ്റുകളൊക്കെ ഓർക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പൊതുവെ ഏറ്റുപറച്ചിലും അനുതാപവും എന്നൊരു ഹെഡിങ് കൊടുക്കാൻ പറ്റും. കൺഫെഷൻ ഓഫ് ഇസ്രായേൽ സിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാപത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് ഈ സങ്കീർത്തനമൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ 6-ാമത്തെ വാക്യം മുതൽ അത് നമുക്ക് തുടങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം ഓർത്തിട്ട് പറയുകയാണ്, കർത്താവേ അതുപോലെ തന്നെ എല്ലാ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ അത് തിരിച്ചറിയുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മളിന്നും വരും. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. നമ്മൾ ചിന്തിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിൻ്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കര വെച്ച് തന്നെ മത്സരിച്ചു. അവരൊന്നും ഓർക്കുന്നില്ല, ആ മരുഭൂമിയിൽ എങ്ങനെ ആ മന്ന പകർന്നു വിട്ടു. അവർക്ക് അത് കണ്ടതല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ജനനെ വിശ്വസിച്ചില്ല? അവർ ഹൃദയം കടുപ്പിച്ചു. അത് തന്നെയാണ്. അതിനവരുടെ ഇടയിൽ കുറേ പേരുണ്ടായിരുന്നു, അവരിങ്ങനെ റിബല്യസ് ആക്കാനായിട്ട്, കോരകം സംഘവും. അവർ ഓരോന്നിനും ദൈവത്തിൻ്റെ എതിര് പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിനെ ഇങ്ങനെ റിബല്യസ് ആക്കി. അതുകൊണ്ട് അവർക്ക് നന്മ കാണാൻ പറ്റിയില്ല. നമുക്കെപ്പോഴും ദൈവത്തോട് ചേർന്നുള്ളൊരു മൈൻഡ്, നന്മ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ നന്മകൾ കാണാൻ പറ്റും. ആ ദൈവത്തിൻ്റെ കരവിരുത് കാണാൻ പറ്റും, ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റും. എല്ലാ കുറ്റങ്ങളും കുറവുകളുമാണ് നമുക്ക് കാണുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് തൃപ്തി ലഭിക്കുകയില്ല. ഈ ലോകത്തിൽ ഒന്നിലും നമുക്ക് തൃപ്തി നേടാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൽ ആ കണ്ടൻമെൻറ്റ്, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിലും തൃപ്തി നമുക്ക് ലഭിക്കും. ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കൾ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങൾ ഗ്രഹിക്കാതെ നിന്റെ മഹാദയെ ഓർക്കുക. മഹാദയ, ഗ്രേറ്റ് മേഴ്സി. ദൈവത്തിൻ്റെ മിറാക്കിൾസ്, അത്ഭുതങ്ങൾ അത് ഗ്രഹിച്ചില്ല, മഹാദയെ ഓർത്തില്ല. ദൈവം എത്ര മഹാദയയിലാണ് അവരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നല്ലേ. അവരെ സഹിച്ചു, അവരുടെ തെറ്റുകളൊക്കെ ദൈവം ക്ഷമിക്കുന്നുണ്ട്, അവർ മത്സരികളായിട്ടും. പിന്നെ അത് മറ്റുള്ളവർക്കും കൂടെ ദോഷമാകുന്നു പറയുമ്പോഴാണ് അവർ ദൈവം അവരെ ശിക്ഷിക്കുന്നത്. മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടലിൽ വെച്ച് തന്നെ മത്സരിച്ചു. ചെങ്കടലിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ
എന്തൊക്കെയാണ് അവർ പറയുന്നത്. പുറപ്പാട് പുസ്തകം 14, 15, 16 അവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ചെങ്കടൽക്കരയിൽ നിന്നപ്പോൾ ജനം പറയുന്ന എന്തൊക്കെയാണ് ജനത്തെ കൊണ്ട് പറയിപ്പിക്കുക. കണ്ടോ, ഇവർ നമ്മളെ അവിടെ ശൗക്കമില്ലാഞ്ഞിട്ടാണോ ഇവിടെ നമ്മളെ ഈ വെള്ളത്തിൽ മുക്കിക്കൊള്ളാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ചെങ്കടൽ കാണുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ എതിരാകും ഇസ്രായേൽ. പക്ഷെ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക അല്ലേ. മത്സരിച്ചു, എന്നിട്ടും ദൈവയുടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അവർ ഉണങ്ങിയ നിലത്തുകൂടി നടക്കുക. അത് എത്ര മഹത്തരമാണെന്നറിയാമോ. നിസ്സാരമല്ല. ഒരു കൈത്തോടല്ല, അവിടെ ഒരു ചെറിയൊരു പാതയല്ല, ഒരു നടപ്പാതയല്ല വെട്ടിത്തുറന്നു. അവിടെ ഒരു ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഹൈവേ തന്നെ അവിടെ ഉണ്ടായെന്ന് പറയുന്നത്. കാരണം ഇത്ര ജനസമ്മിശ്ര പുരുഷാരം, 6 ലക്ഷം സമ്മിശ്ര പുരുഷാരം ഒരു രാത്രി കൊണ്ട് അക്കരെ കിടക്കണം. അതിങ്ങനെ സംഭവിച്ചു. അതാണ് അത്ര മഹത്തരമായി. മാത്രമല്ല, കുറച്ചുനാൾ വെള്ളം കെട്ടിക്കിടന്ന ഒരു നദിയിൽ ചെളി കാണാതിരിക്കും. അതെല്ലാം ഈ കാറ്റുകൊണ്ട് ഉണക്കുകയാണ്. സൃഷ്ടാവിന് അസാധ്യമായിട്ട് എന്തുണ്ട് നമ്മൾ ചിന്തിക്കുക. ഒരു സൃഷ്ടാവാദിയ സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ സൃഷ്ടാവാൻ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. ഒന്നും ദൈവത്തിന് അസാധ്യമല്ല. അങ്ങനെ ഒരു വഴി നടത്തി അല്ലേ. എന്നിട്ട് അവിടെ മത്സരിക്കുകയാണ്. ചെങ്കടലിൽ വെച്ച്, കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടട്ടെ എന്ന് തൻ്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. എന്നിട്ടും കണ്ടോ, അതാണ് അവിടെ. എന്നിട്ടും ദൈവം തൻ്റെ നാമവും അവൻ തന്നെ രക്ഷിക്കുകയാണ്. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. എത്ര ഇതാണ്. അവനവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടെ നടത്തി. മരുഭൂമി പോലെ അതിനെ ആക്കിയെന്ന് പറയുന്നത് ചെങ്കടലിൻ്റെ ആഴം. ഒരു ചെളിയില്ലാതെ മരുഭൂമി പോലെ തന്നെ അതാക്കി. മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. പുറകിൽ ഫറവൻ വരുന്നുണ്ട്. ഫറവൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. ഫറവൻ്റെ കയ്യിൽ നിന്ന് തന്നെ. ഇതെല്ലാം ഈ ശത്രു സൈന്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണും. ഫറവനൊക്കെ സേറ്റനിക് ഫോഴ്സിന് സാമ്യവൽക്കരിച്ച് നമ്മൾ പറയാറുണ്ട്. ശത്രുവിനെ നമ്മൾ വിടുവിച്ചു. ശത്രുവാകുന്ന സാത്താൻ്റെ കയ്യിൽ നമ്മൾ വിടുവിച്ചു. 11-ാമത്തെ വാക്യം, വെള്ളം അവരുടെ വയറുകളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. വെള്ളം ഇവർക്ക് രക്ഷയായി തീർന്ന അതേ വഴി അത് ശത്രുവിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. അത് ഇസ്രായേൽ ജനത്തിന് മാത്രമേ അതിൽ കൂടെ സഞ്ചരിക്കാൻ സാധിച്ചുള്ളൂ. അവർ പിന്തുടർന്ന് വന്നു, ദൈവം അനുവദിച്ചു. എന്നാൽ ആ നദിയുടെ നടുവിലെത്തിയപ്പോൾ കടൽ ഒന്നായി തീർന്നു. വെള്ളം പഴയപടിയായി. അവരെല്ലാം എത്ര നാളുകൾ അധ്വാനിച്ചാൽ സാധിക്കാത്ത പ്രവൃത്തി ദൈവം കുറച്ച് സമയം കൊണ്ട് ദൈവം അവിടെ ചെയ്യുകയാണ്. ശത്രുവിന് മുഴുവനും അവിടെ ആ വെള്ളത്തിൽ മുക്കിക്കളയുകയാണ്. അവരെ ദൈവം എതിരിടുന്ന എന്തുകൊണ്ട്? അവർ ദൈവ പ്രവൃത്തിക്ക് എതിരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം ശിക്ഷിക്കുന്നത്. അവർക്ക് ദൈവം പ്രത്യക്ഷമായ അടയാളങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് മിസ്രയീമിൽ വെച്ച്. എന്നാൽ അതിനകത്ത് സ്വീകരിച്ച് വരുന്നവരുടെ കൂട്ടത്തിലുണ്ട് വിശ്വസിച്ച്. മോശയും അഹരോനൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് ഒത്തിരി പേരുണ്ട് അതിനകത്ത്. കുറേ പേര് ദുരാഗ്രഹികളും ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. എന്ത് സംഭവിക്കുന്നു പറഞ്ഞ് ഇവരോട് കൂടെ പുറപ്പെട്ടവർ. പക്ഷേ ഇവരെതിരിട്ട് വന്നപ്പോൾ, ഇവർ പിന്നെ അനുഗമിച്ച് വന്നപ്പോൾ ഇവർക്ക് ശക്തിയില്ല. പക്ഷേ ഇവരെ നയിച്ച ദൈവം ശക്തനാണ്. അതുകൊണ്ട് പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല, പ്രതികാരം എനിക്കുള്ളതെന്ന് ദൈവം പറയുന്നുണ്ട്. ദൈവം അത് ചെയ്തുകൊള്ളും. നമ്മളാരോടും പ്രതികാരം ചെയ്യാൻ പോകണ്ട, നമ്മളാരോടും എതിരിടാൻ പോകേണ്ട. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതത്രേ. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് ദൈവമാണ് അവിടെ ഇത് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, വെള്ളം അവരുടെ വയറുകളെ മുടിച്ചു കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ, ഈ ചെങ്കടലിൽ അത്ഭുതങ്ങൾ കഴിഞ്ഞപ്പോൾ മിരിയാമൊക്കെ തപ്പെടുത്ത് പാടുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. കുതിരയും ഫറവോനെ അവൻ്റെ രഥത്തെയും സമുദ്രത്തെ തള്ളിയിട്ടവനെന്നൊക്കെ പറയുന്ന ഒരു പുറപ്പാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം. ചെങ്കടലിന് മുമ്പിൽ വന്ന് അവർ പകച്ചു നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? അവർ ദൈവത്തോട് നിലവിളിക്കുക. 14-ാമത്തെ വാക്യം 14 പറയുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മോശയോട് ദൈവം പറയുക, നീ എന്നോട് നിലവിളിക്കുന്നതെന്ന് മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. വടിയെടുത്തിൻ്റെ കൈ കടലിന്മേൽ നീട്ടി അതിന് വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. ദൈവം അത്ഭുതം ചെയ്യിക്കുകയാണ് മോശയെ കൊണ്ട്. നീ എന്നോട് നിലവിളിക്കുന്ന, മുമ്പോട്ട് പോകാൻ പറയുക വിശ്വാസത്തോടെ. അപ്പം ഇപ്പുറത്ത് നിലവിളിയാണ്, ചെങ്കടലിൻ്റെ ഇപ്പുറത്ത് നിലവിളി. എന്നാൽ അവർ ചെങ്കടൽ കടന്നു അല്ലേ. 29-ാമത്തെ വാക്യത്തിൽ പുറപ്പാട് പുസ്തകം 14:29 വരുമ്പോൾ, ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി, വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇന്ന് ചില ഇത് അക്വേറിയങ്ങളൊക്കെ ഉണ്ട്, വലിയ അക്വേറിയങ്ങൾ.
അത് ചുറ്റും ഇതായിരിക്കും, ഒരു ഗ്ലാസ് ട്യൂബിൽ കൂടെ നമ്മൾ അതിൽ കൂടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സഞ്ചാരികളൊക്കെ അതിൽ കൂടെ പോകുന്ന, ടൂറിസ്റ്റുകളൊക്കെ അതിൽ കൂടെ പോവുക. അപ്പോൾ ഇവിടെ മുകളിൽ മത്സ്യങ്ങൾ, സ്രാവ് ഇതെല്ലാം വന്ന് ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. പക്ഷേ ഇവരൊന്നും അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സമുദ്രത്തിൽ വഴി ഉണ്ടാക്കിയ ഒരു ദൈവം. അപ്പോൾ ഇപ്പുറത്ത് ഇവർ നിലവിളിച്ചു, എന്നാൽ അക്കരെ കടന്ന ശേഷം 15-ാമത്തെ അധ്യായം തുടങ്ങുന്നത്, മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് പാടി സങ്കീർത്തനം ചൊല്ലിയെന്നാൽ ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരിക്കുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. കണ്ടോ, അവൻ എൻ്റെ ദൈവം, ഞാനവനെ സ്തുതിക്കും. അവനെൻ്റെ പിതാവിൻ ദൈവം, ഞാനവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം. ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവൻ്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴിയവരെ മൂടിയവർ കല്ലുപോലെ ആഴത്തിൽ താണുന്നു. യഹോവയെ നിന്റെ വലങ്കയാൽ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവയെ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുകയും നിന്റെ ക്രോധമയക്കുന്നത് അവരെ താളടിയെ പോലെ ദയിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ഇവർ തപ്പെടുത്ത് പാട്ടുപാടി എന്നാണ് പറയുന്നത്. വിശേഷം 20-ാമത്തെ വാക്യത്തിലേക്ക് ഒരു അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്ന് മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുകയും അവൻ മഹോരൻ, കുതിരയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. അപ്പം അപ്പുറത്തെ നിലവിളിയാണ്, ഇക്കരെ കടന്നപ്പോൾ ഇവർക്ക് സന്തോഷത്തിൻ്റെ ആർപ്പാണ്. അവർ ദൈവത്തെ വിശ്വസിക്കുകയാണ്, വചനങ്ങളെ വിശ്വസിച്ചു. അതേ, ദൈവം ഞങ്ങളെ നടത്താൻ ശക്തനാണ്. ചെങ്കടൽ ഭാവിച്ചതോടുകൂടി അവരുടെ അവിശ്വാസങ്ങളെല്ലാം മാറുന്നു. എന്നാൽ പിന്നെ ഒരു റിബല്യസ് ആകുന്നുണ്ട് ആ ജനത്തിന്. അത് അങ്ങനെയാണ്, അവർ ദുരാഗ്രഹികളായിട്ട് മാറുന്നുണ്ട് ഒരു കൂട്ടം. എന്നാൽ ഇവിടെ അവരെന്ത് ചെയ്തു? അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. ദൈവത്തിന് സ്തുതി. ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ കൃപകളെ ഓർക്ക്, ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തോടു കൂടിയാണെങ്കിൽ അതിശയങ്ങളെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമായിട്ട് മാറും. നമുക്ക് തന്നെ അതിശയമായിട്ട്, കർത്താവെ എങ്ങനെ ഇത് സാധിക്കുന്നു, എങ്ങനെ ഇതെല്ലാം ദൈവം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുന്നു. അതാണ് ഒരു ചലഞ്ചിങ്, ഒരു മനോഹരമായൊരു അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു അനുഭവങ്ങൾ പ്രിയരെ, അതൊന്നും വില കൊടുത്താൽ കിട്ടത്തില്ല. നമുക്ക് പണം കൊടുത്താലോ ധനം കൊടുത്താലോ സമ്പത്ത് കൊടുത്താലോ ഒന്നും നമുക്ക് കിട്ടാത്തതാണ്. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം നമുക്ക് സൗജന്യമായി തരുന്ന രക്ഷയാണ്. അതിന് മറ്റൊന്നും ചോദിക്കുന്നില്ല. നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ നമ്മൾ. സൃഷ്ടാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയല്ലേ ഒരു സൃഷ്ടിയെക്കുറിച്ചുള്ള ഉദ്ദേശം, അല്ലേ? നമ്മൾ കടയിൽ ചെന്ന് ഓരോ സാധനങ്ങളും എടുക്കുക. ആ സാധനം എന്തുവേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ആ ഉദ്ദേശം നിർവഹിക്കപ്പെടുമ്പോഴാണ് ആ സാധനത്തെക്കുറിച്ചുള്ള ഇഷ്ടം പൂർത്തിയാകുന്നത്, ആ മാനുഫാക്ചറർ സന്തോഷിക്കുന്നത്. അതെന്തിനു വേണ്ടി? അത് വേറെ ഒന്നിനു വേണ്ടിയാണെങ്കിലോ? അല്ല, ഒരു വിലപ്പെടുപ്പുള്ള സാധനം കൊണ്ടുവന്നിട്ട് അതിനു വേണ്ടിയുള്ള ഒരു സാധനം മറ്റൊരു കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഒരു ചീപ്പായിട്ടുള്ള ഒരു മൂല്യം കുറഞ്ഞൊരു കാര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ തെറ്റായി പോവുകയാണ്. ചിലപ്പോൾ തിന്മയായിരിക്കും, നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കാം. ഒരു വലിയൊരു ബിഗ് സ്പീക്കർ മേടിച്ചു ഇരിക്കട്ടെ, ഒരു ബിഗ് സ്പീക്കർ മേടിച്ചു, അത് സിറ്റിംഗ് ചെയറായിട്ട് ഉപയോഗിച്ചാലോ? അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്താണ്, അതിനുവേണ്ടി നമ്മളെ തന്നെ അർപ്പണം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്ക് കാണാനായിട്ട്, ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കും. ചെറിയ നന്മകളെ ഓർക്കുക എല്ലാത്തിനും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും സ്തോത്രം ചെയ്യും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രുചി കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് ശ്വസിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപ. എനിക്ക് ഓപ്പറേഷനിൽ കൂടെ കടന്നു നമുക്കറിയാം, ശ്വാസത്തിൻ്റെയൊക്കെ വില, ശ്വസിക്കാൻ പറ്റാതെ വരുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോഴാണ് നമുക്ക് ഓക്സിജനൊക്കെ തരുന്നത്. നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാറ്റിനും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് എല്ലാറ്റിനും സ്തുതി. അവിടെ തരുന്ന എല്ലാ നന്മകൾക്ക് സ്തുതി. അളവില്ലാത്ത കൃപകൾക്ക് സ്തുതി. അനർഹമായ നന്മകൾ നിങ്ങൾക്ക് പകർന്നു തരുന്നു. അപ്പോൾ ആ മനുഷ്യർ ഓരോന്നും നിങ്ങൾക്ക് തരുന്നതിന് വിലയുള്ളതാണ്. എന്നാൽ ഞങ്ങൾക്കെല്ലാം സൗജന്യമായ പ്രകൃതിയിൽ ഓരോന്നും ശ്വാസോച്ഛവും എല്ലാം ഞങ്ങൾക്ക് സൗജന്യമായി ഇവിടെ തരുന്നു. അവിടുത്തെ കൃപയ്ക്കായി സ്തുതി. ബലത്തിനായി, ഞങ്ങളുടെ ആരോഗ്യത്തിനായി, തന്നിരിക്കുന്ന കൃപകൾക്കായി, തന്നിരിക്കുന്ന കഴിവുകൾക്കായി. ഞങ്ങൾ അന്തർലീനമായിരിക്കുന്ന പലതും ഉണ്ട്, അത് വെളിപ്പെടുത്തി തരണമേ. തിരുനാമത്തിന് വേണ്ടി പ്രയോജനപ്രദമായി തീരുവാൻ ഞങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ, എല്ലാം തിരുനാമത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ അന്തർലീനമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഓരോ കഴിവുകളും തിരുനാമത്വത്തിനു വേണ്ടി ഉപയോഗപ്രദമാകുവാൻ അവിടുന്ന് സഹായിക്കണം. എല്ലാ കൃപകളും നിറയ്ക്കണം. മഹത്വത്തോടുന്ന് മാത്രം എടുക്കണം. ആമേൻ. സർവ്വ സൃഷ്ടികളും